കർണാടകയെ ഇനി ഡി.കെ. ശിവകുമാർ നയിക്കും. മുഖ്യമന്ത്രി സിദ്ധരാമയ്യ രാജിവെച്ചു. രാജ്യസഭാ സീറ്റ് വേണ്ടെന്നും MLA ആയി തുടരുമെന്നും സിദ്ധരാമയ്യ. മന്ത്രിസഭയിൽ സമഗ്ര അഴിച്ചുപണിക്ക് സാധ്യത. തിരുവനന്തപുരം ഹാപ്പി ലാൻഡിൽ അപകടം. അമ്യൂസ്മെന്റ് പാർക്കിലെ റൈഡിന്റെ വെൽഡിംഗ് പൊട്ടി വീണു. കുട്ടികളടക്കം 5 പേർക്ക് പരിക്ക്. പാർക്ക് പ്രവർത്തിച്ചത് സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെ. പ്രതികരിക്കാതെ പാർക്ക് അധികൃതർ. ED ഉദ്യോഗസ്ഥർക്ക് നേരെയുള്ള CPM ആക്രമണത്തിൽ നടപടി കടുപ്പിച്ച കേന്ദ്രം. പോലീസ് വീഴ്ചയിൽ സംസ്ഥാനത്തോട് വിശദീകരണം തേടി. DGPയെ വിളിച്ചു വരുത്തി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. പോലീസിനെതിരായ ആക്രമണത്തിൽ പ്രത്യേക FIR രജിസ്റ്റർ ചെയ്ത മ്യൂസിയം പോലീസ്. ഇതുവരെ പിടിയിലായത് 8 പേർ. മാസപ്പടി കേസിൽ UDF നേതാക്കളിലേക്കും അന്വേഷണം. ശശിധരൻ കർത്തയുടെ ഡയറിയിൽ പേരുള്ള 2 മന്ത്രിമാർ അടക്കമുള്ളവരെ ലക്ഷ്യമിട്ട് ED. അന്വേഷണം പിണറായിയിലേക്ക് എത്തുമെന്ന വിലയിരുത്തലിൽ CPM. കേരളവും കേന്ദ്രവും പിണറായിയെ വേട്ടയാടുന്നുവെന്ന് MA ബേബി. ഇരുപത് വർഷത്തെ പ്രാർത്ഥനകൾ സഫലം. സൗദി ജയിലിൽ നിന്ന് മോചിതനായ അബ്ദുൾ റഹീം തിരികെ നാട്ടിൽ. എല്ലാവർക്കും നന്ദി പറഞ്ഞ റഹീം. ത്യാഗസ്മരണ പുതുക്കി ബലിപ്പെരുന്നാൾ. പള്ളികളിലും ഈദ്ഗാഹുകളിലും പെരുന്നാൾ നമസ്കാരം. സംസ്ഥാനത്ത് വ്യാപക മഴ. തിരുവനന്തപുരം മുതൽ തൃശൂർ വരെ യെല്ലോ അലർട്ട്. വിവിധയിടങ്ങളിൽ നാശനഷ്ടം. കൊല്ലം അച്ചൻകോവിൽ VHSSന്റെ ചുറ്റുമതിൽ തകർന്നു വീണു. കള്ളക്കടൽ പ്രതിഭാസത്തിന് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. പശ്ചിമേഷ്യ അതിസങ്കീർണം. ആക്രമിച്ചും തിരിച്ചടിച്ചും ഇറാനും അമേരിക്കയും. ഇറാന്റെ ബന്ദർ അബ്ബാസ് മേഖലയിൽ US മിസൈലുകൾ. കുവൈറ്റിൽ മിസൈൽ ഡ്രോൺ ആക്രമണം നടത്തി ഇറാൻ.